കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ ആത്മഹത്യയ്ക്ക് കാരണം വിഷാദ രോഗമോ? പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വിഷാദ രോഗം മൂലമെന്ന ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് എത്തിയെന്നാണ് സൂചന. അടുത്തയാഴ്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. സജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, ഇങ്ങനൊരു തീരുമാനത്തിലേക്കാണോ എത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ചില നിഗമനങ്ങളിലേക്കാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്നതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ മരണകാരണം എന്ത് എന്ന ഒരു കുഴയ്ക്കുന്ന ചോദ്യമുണ്ടായിരുന്നു. ഇതിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അടുത്തയാഴ്ച അന്തിമ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നേരത്തെ തന്നെ കർണാടക സർക്കാർ രൂപീകരിച്ചതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പോയത്. പ്രാഥമികമായ ഒരു ഇടക്കാല റിപ്പോർട്ട് കമ്മീഷണർക്ക് നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. അതേ ഫൈൻഡിങ്സിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും വിഷാദ രോഗം തന്നെയാണ് CJ റോയുടെ മരണ കാരണം എന്ന കണ്ടെത്തലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം എത്തുന്നത് എന്ന വിവരങ്ങളാണ് മനസ്സിലാവുന്നത്. വിഷാദ രോഗത്തിൻ്റെ ചികിത്സയിലായിരുന്നു CJ റോയ്. അതിൻ്റെതായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ ഈ CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. നിരന്തരമായി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായിരുന്ന സമ്മർദ്ദം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ഈ സമ്മർദ്ദത്തിനൊടുവിലാണ് ജീവനൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാവുന്നത്. റെയ്ഡ് നടക്കുന്നതിനിടയിൽ ജീവനൊടുക്കി എന്നതാണ് ആദ്യം പുറത്തു വന്ന വാർത്തകൾ. കഴിഞ്ഞ ഈ വർഷം ആദ്യം ജനുവരി 30-നാണ് അദ്ദേഹം ബാംഗ്ലൂരിലെ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണമാണ് ഏറെ ഞെട്ടിച്ച, വ്യവസായ ലോകത്തെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായത്? സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ CJ റോയുടെ മരണകാരണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തുമായി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാവുന്നു, അവരിൽ നിന്നും നിരന്തരമായ സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്ന ആക്ഷേപമാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ ഇപ്പോൾ SITയുടെ കണ്ടെത്തലെത്തുന്നത് വിഷാദ രോഗം തന്നെയാവാം മരണകാരണം. അതാണ് ആത്മഹത്യ, ജീവനൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് CJ റോയ് എത്തിയത് എന്ന നിഗമനത്തിലേക്ക് തന്നെയാണ്. ഏറ്റവും പ്രധാനം, അടുത്തയാഴ്ച തന്നെ ഈ റിപ്പോർട്ട്, പൂർണ്ണ റിപ്പോർട്ട് കൈമാറും, അന്തിമ റിപ്പോർട്ട് കൈമാറും എന്നതാണ്. അങ്ങനെയെങ്കിൽ മറ്റെന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ എന്ന കാര്യം കൂടി അന്വേഷണ സംഘം വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി നമുക്ക് വ്യക്തമാവുന്നതാണ്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം നടന്നത് ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. 4 കേന്ദ്രങ്ങൾ, അതായത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും, കുടുംബപരമായോ വ്യക്തിപരമായോ ഉണ്ടായ പ്രശ്നങ്ങൾ മരണകാരണമായിട്ടുണ്ടോ, ബിസിനസ് ഇടപാടുകൾ മരണകാരണമായിട്ടുണ്ടോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടോ, മറ്റെന്തെങ്കിലും സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ അന്വേഷണ ഏജൻസിയിൽ നിന്നുള്ള സമ്മർദ്ദമോ മറ്റു നീക്കങ്ങളോ ഉണ്ടായിട്ടോ, ഇതിനും അപ്പുറമുള്ള മറ്റു കാരണങ്ങളുണ്ടോ, ഇതാണ് അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം. ഈ 4 ഘടകങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CJ റോയുടെ മരണകാരണം കണ്ടെത്താനുള്ള അന്വേഷണം നടന്നത്. ഇതിൻ്റെ ഫൈൻഡിങ്സിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. അത് വിഷാദ രോഗം തന്നെയാണ് ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്ന ഫൈൻഡിങ്സ് തന്നെയാണ് ഇപ്പോൾ എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എന്തായാലും CJ റോയുടെ മരണത്തിന് കാരണം ആദ്യം കുടുംബം ആരോപിച്ചിരുന്നത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കാരണമാണ്, അവരുടെ മാനസികമായ പീഡനം കാരണമാണെന്നാണ്. പിന്നീട് തന്നെ അത് കോൺഫിഡന്റ് ഗ്രൂപ്പ് അത് ആരോപണം പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴിത് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വരുന്നു. വിഷാദ രോഗമാണ് ഇതിന് കാരണം എന്നുള്ള സംശയത്തിലേക്കും നിഗമനത്തിലേക്കും കാര്യങ്ങൾ എത്തുകയാണ്. TG സജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്.